എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ രുചികരമായതാണ്. ചപ്പാത്തി, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ചെറിയ കരണ്ടിക്ക് മുളക് പൊടി, അത്രയും തന്നെ എണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കണം. ഈ പേസ്റ്റിലേക്ക് തന്നെ വഴുതനങ്ങ നേർക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതെല്ലാം ഈ പേസ്റ്റിലോട്ട് തട്ടി ഇട്ട് നല്ലതുപോലെ അരപ്പ് എല്ലായിടവും പുരണ്ട് വരുന്നത് പോലെ ഇളക്കണം. ഇനി പരന്നൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 കരണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ടും പറക്കി നിരത്തണം. ചെറിയ ചൂടിൽ വേണം അതിനെ മുരിച്ചെടുക്കാൻ. അങ്ങനെ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ ഒന്ന് മുരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 വലിയ കരണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കപ്പ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് ഇതിനകത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇത് വഴണ്ട് മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ 2 ഇടത്തരം തക്കാളി അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കിയത് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇതിനകത്തിട്ട് ഇളക്കി നല്ലതുപോലെ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരാറാകുമ്പം ഒരു 5 മിനിറ്റ് എടുക്കും. ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവിനകത്തുള്ള പൊടികൾ ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഈ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴാണ്, ഇവിടെ അല്പം ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു കരണ്ടി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതൊന്ന് ലൂസായി കിട്ടി. അപ്പോൾ ഇതിലേക്കാണ് പിന്നെ നമ്മൾ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് ചെറിയൊരാവി വരാൻ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ ഈ വഴുതനങ്ങയിൽ ഈ പരിപാടി കഴിഞ്ഞു. ഇനി വറുത്തിടാനുള്ളതാണ്. അതൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 2 കരണ്ടി എണ്ണ ഒഴിച്ച് 1 കരണ്ടി ജീരകവും 1 കരണ്ടി മല്ലിയും അതിനകത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 കരണ്ടി മുളക് പൊടിയും കൂടെ ഇട്ട് ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. തീ കൂടാൻ പാടില്ല, കരിയാൻ പാടില്ല. ഇതിലേക്ക് 1 കപ്പ് തൈര് നല്ലതുപോലെ ഉടച്ചതും ചേർത്ത് തീ അങ്ങ് അണയ്ക്കണം. ഇനി വിളമ്പാൻ ഉള്ള ഒരുക്കമാണ്. ഒരു ഭംഗിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് വഴുതനങ്ങ പേസ്റ്റ് പകുതി ഭാഗത്തോളം നിരത്തണം. അതിന് മുകളിൽ തൈര് കൂട്ട് പകുതിയോളം ഒഴിക്കണം. വീണ്ടും വഴുതനങ്ങ കൂട്ടും പിന്നെ തൈരും ചേർത്ത് വിളമ്പാനായി എടുക്കണം. ഇത് കാണാൻ വളരെ ഭംഗിയുള്ളതും വളരെ രുചികരമായ ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു വിഭവത്തിൽ കാണാം.